തിരുവനന്തപുരം മേയർ, ഇപ്പോഴത്തെ മേയർ വി രാജശേഖരനെ കണ്ടു. രാജശേഖരനെ കണ്ടു, പേപ്പർ കൊടുത്തു. ഇങ്ങനെയാണ് എന്റെ അവസ്ഥ. ഇതേപോലെ ഉപദ്രവമാണ് ഇവര്. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞു. സ്ഥിരമായിട്ട് ഒരു ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്നതാണ്. അപ്പൊ അതിനെ ആ വണ്ടിയെ ടാർഗറ്റ് ചെയ്ത് വെഹിക്കിളിനെ കൊണ്ട് പോലീസ് ട്രാഫിക്കുകാരെ കൊണ്ടൊക്കെ പിടിപ്പിക്കുകയും അതിന്റെ ടൈം ഷെഡ്യൂൾ നോക്കുകയും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. നമ്മളെപ്പോലെ ഉള്ള സാധാരണപ്പെട്ടവൻ ഒരു നേരം ചിന്തിക്കും, ഈ തലവേദന വേണ്ടായിരുന്നു എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഇതിന് പോകണ്ടായിരുന്നു. അല്ലെ ആര്യ രാജേന്ദ്രന്റെ ഒരു വീഡിയോ കണ്ടപ്പോ മാറ്റി എനിക്ക് അവരെ കാണണ്ട, മാറ്റെന്ന് പറഞ്ഞു. അവന് ഭയങ്കര ദേഷ്യമാണ്. എന്നുവെച്ചാൽ അവനറിയാം അവര് കാരണമാണ് അച്ഛന്റെ ജോലി പോയി. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ പേര് പറയുമ്പോൾ ആ പേരിനൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഓർത്തെടുക്കുന്ന ഒരു പേരാണ് KSRTC ഡ്രൈവർ യദുവിന്റെ പേര്. ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ച് അധികാരത്തിലേറുന്നു. ആ പ്രശ്നമുണ്ടായതിനു ശേഷവും അതേ അധികാരത്തിൽ തന്നെ തുടരുന്നു. ഇപ്പോൾ ഭരണം കൈമാറിയതിന്റെ ഭാഗമായിട്ട് മേയർ പദവിയിൽ നിന്ന് മാറി VV രാജേഷിലേക്ക് അധികാരം കൈമാറി സുഖമായിട്ട് ജീവിക്കുകയാണ്. പക്ഷേ ഇതേ അവസരത്തിൽ മേയറുടെ ധൈര്യം കൊണ്ട് അല്ലെങ്കിൽ ധാർഷ്ട്യം കൊണ്ട് ദുരനുഭവങ്ങൾ കൊണ്ട് മാത്രം മുന്നോട്ട് പോകേണ്ടി വന്നിരിക്കുന്ന ഒരാളാണ് ഡ്രൈവർ യദു. നീതി ലഭിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ താൻ തയ്യാറാണെന്ന് പറയുമ്പോഴും കൃത്യമായി ജോലിക്ക് പോലും പോകാനുള്ള സാഹചര്യം ഇപ്പോൾ സൈബർ ആക്രമണവും അതുപോലെ തന്നെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചില ആളുകളും നടക്കുന്നത് കൊണ്ട് മാത്രം സാധ്യമാകുന്നില്ല എന്ന് വളരെ ദയനീയമായിട്ട് വ്യക്തമാക്കുകയാണ്. അതായത് ജോലി ചെയ്യാൻ ഇപ്പോഴും താൻ തയ്യാറാണെങ്കിലും മേയർ തർക്കം ഉണ്ടായതിന്റെ ഭാഗമായിട്ട് തനിക്കിപ്പോൾ കൃത്യമായിട്ട് ജോലി ചെയ്യാൻ പോലുമുള്ള ഒരു അവസരം കിട്ടാതാകുന്നു എന്നും ഈ വിഷയമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുതിയ മേയറായിട്ടുള്ള VV രാജേഷിന് മുൻപിലേക്ക് താൻ എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് KSRTC ഡ്രൈവർ യദു. അതേ സമയത്ത് സൈബർ ഇടങ്ങളിൽ തനിക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ, തന്നെ മോശമായിട്ടുള്ള രീതിയിലേക്ക് ചിത്രീകരിക്കുന്ന ചില പ്രസംഗങ്ങൾ, അതിനൊക്കെ പ്രതികരണവും ഇപ്പോൾ ഡ്രൈവർ യദു നൽകുകയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പ്രതീക്ഷയുണ്ടോ? എന്തായിരിക്കും കേസിന്റെ ഒരു അവസ്ഥ? എന്തായിരിക്കും നിലവിലത്തെ സാഹചര്യത്തിൽ? പേപ്പർ വർക്കുകളൊക്കെ നടക്കുമ്പോൾ ഓരോ സംവിധാനങ്ങളിൽ പോയി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു? പ്രതീക്ഷയുണ്ടോ? നീതി കിട്ടുമോ? പ്രതീക്ഷ എന്ന് പറയാൻ പറ്റൂല. കോടതിയാവുമ്പോഴത്തേക്ക് പറയാന്ന് വെച്ചാൽ അവിടെ അവരെ പവർ അറിയാലോ. ഇപ്പം രാഷ്ട്രീയപരമായിട്ടായാലും അവരെ പാർട്ടിയാണ് നിൽക്കുന്നത്. അതായത് സർക്കാർ പോലും അവരെ കൂടെ ഇല്ല. സർക്കാർ എന്ന് വെച്ചാൽ ഇപ്പൊ അവരെ പാർട്ടിയാണ് ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു ചേഞ്ച് വരുന്നെങ്കിൽ മാറുമായിരിക്കും. അല്ലാതെ ഇനി കേസ് മുമ്പോട്ട് തന്നെ പോകുന്നാണ് തോന്നുന്നത്. 4-5 മാസവും കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള 21-ാം തീയതി സ്വകാര്യ ഹർജി കൊടുത്ത് എന്റെ വിളിപ്പിച്ചൊക്കെയാണ്. നോട്ടീസ് കൊടുത്ത് 6 പേരെടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. വരുമോ ഇല്ലേ എന്നുള്ളത് ഇനി 21-ാം തീയതി അറിയാം. വരുമോ ഇല്ലേ, എന്റെ വക്കീലുമായിട്ട് ഒരു വക്കീലിനെ വരാൻ പറയൂ എന്നുള്ളത് അറിഞ്ഞുകൂടും. എന്റെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്ന ഈ ഒരു പേപ്പർ, അതായത് മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു പേപ്പറാണ്. അവസാനമായിട്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ പോയപ്പോ എങ്ങനെയാണ്? മനുഷ്യാവകാശ കമ്മീഷനിൽ കുറെ നേരം പിടിച്ച് 10:30 വരാൻ പറഞ്ഞു. 10:25 ഞാൻ ചെന്നു. 10:12 ആയപ്പോഴാണ് എന്നെ വിളിപ്പിച്ചത്. അതിനു മുമ്പ് കുറച്ച് ആൾക്കാർ, ഒരു 6-7 പേരുണ്ടായിരുന്നു. അതിനു മുമ്പ് വന്നവരും അതിനുശേഷം വന്നവരെ വിളിപ്പിച്ചിട്ട് പിന്നീടാണ് അവസാനമാണ് എന്നെ വിളിപ്പിക്കുന്നത്. അവസാനം വിളിപ്പിച്ചിട്ട് എന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടും അവര് കുറെ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെയല്ലേ സംഭവിച്ചു, ഇങ്ങനെയല്ലേ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് രേഖപ്പെടുത്തുന്നുണ്ട്. അവര് പറഞ്ഞത് വെച്ച് തൃപ്തിയല്ല എനിക്ക്. എന്ന് വെച്ചാൽ അങ്ങനെയല്ല നടന്നെന്നുള്ളത് ഞാൻ പറഞ്ഞു. എന്റെ പരാതി ഞാൻ ഒരു പേപ്പറിൽ രേഖപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നെങ്കിൽ ഇവരെ പാർട്ടിക്കാരുമാണ് ഉത്തരവാദി എന്നും പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതവർക്ക് ആക്ഷൻ എടുക്കാതിരിക്കുക. ഞാൻ പരാതി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു.
അവർക്ക് കോടതി കിടക്കുന്ന കേസായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ എന്തിനാണ് എന്നെ വിളിപ്പിച്ചതെന്ന് വെച്ചു. അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ എഴുതി തരാൻ പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അത് അങ്ങനെയാണ്, കോടതിയിൽ കിടക്കുന്ന കേസായതുകൊണ്ട് ഒന്നും ചെയ്യാൻ. ഞാൻ പറഞ്ഞു എനിക്കുള്ള പരാതി ഞാൻ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാതെ ഇരിക്കാൻ ഞാൻ തന്നിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാവുന്നെങ്കിൽ അവരാണ് കാരണക്കാരെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഒരുപാട് സാമ്പത്തികമായിട്ടും അല്ലാതെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. എങ്കിൽ പോലും ഇപ്പൊ ജോലിക്ക് പോകാറില്ലേ? ജോലിക്ക് പോകാൻ ഇപ്പൊ അവസ്ഥ കണ്ടില്ലേ, ഒരു സ്ഥിരമായിട്ട് ഒരു ജോലിക്ക് പൊക്കോണ്ടിരുന്നതാണ്. അപ്പൊ അതിനെ ആ വണ്ടിയെ ടാർഗറ്റ് ചെയ്ത് വെഹിക്കിളിനെ കൊണ്ട് പോലീസ് ട്രാഫിക്കുകാരെ കൊണ്ടൊക്കെ പിടിപ്പിക്കുകയും അതിന്റെ ടൈം ഷെഡ്യൂൾ നോക്കുകയും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ലീവ് മാത്രം ഇപ്പം സ്ഥിരം പോകുന്നില്ല. മുതലാളിമാരുടെ അടുത്ത് പറഞ്ഞു കൊടുത്ത് അങ്ങനെ മുതലാളിമാർ വിളിക്കുന്നില്ല, പിന്നീട് വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നില്ല. അപ്പൊ ലീവ്, ഒരു ഡ്രൈവറെ ലീവ് എടുക്കുമ്പോ അവന് വല്ല അത്യാവശ്യം വന്ന് ലീവ് എടുക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ പ്രൈവറ്റ് ബസ്സിലെ സ്ഥലം ലീവ് എടുക്കാറുമില്ല ഡ്രൈവർമാർ. അതുകൊണ്ടാണോ ആഴ്ചയിൽ ഒന്നിടവിട്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത്തിരി പമ്മലിലാണ്. അപ്പൊ ഒരു മാസം ഏകദേശം എത്ര ദിവസം ജോലി കാണും? ഒരു മാസം അത് പറയാൻ പറ്റില്ല. 1 2 3 ദിവസമോ അല്ലെങ്കിൽ 4 5 ദിവസത്തിനകത്തൊക്കെ വരൂ ചിലപ്പോ ഉണ്ടായി. ഈ 3 ദിവസത്തെ കൂലി കൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ കുഞ്ഞിന്റെ കാര്യം അടക്കം അറിയാം, ഒരു കുഞ്ഞുണ്ട്. അപ്പൊ മകന്റെ വിദ്യാഭ്യാസം അടക്കം എങ്ങനെയാ നോക്കുന്നത്? ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ അച്ഛന് തയ്യൽ മെഷീന്റെ ചെറിയ റിപ്പയറിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കുടുംബം പോകുന്നുണ്ടേ ഉള്ളൂ. അല്ലാതെ കുഞ്ഞിന്റെ ഫീസിനൊന്നും ആവൂല. അപ്പം കുറച്ചാൾക്കാരൊക്കെ മുമ്പൊക്കെ സ്നേഹപൂർവ്വമായിട്ട് പൈസ തന്നു അങ്ങനെ സഹായിച്ചിട്ടുണ്ട്, കേസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ മുമ്പൊക്കെ. ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരാള് സഹായിക്കാന്ന് പറഞ്ഞ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും വാങ്ങിച്ചു. അല്ലാതെ ഈ പറയും പോലെ 20 ലക്ഷങ്ങൾ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും ഉണ്ടെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ഇതുവരെയ്ക്കും ഇല്ല. ഉണ്ടാവുന്നെങ്കിൽ അത് ചാനലിൽ അറിയിക്കും. ഞാൻ എന്തായാലും അങ്ങനെ ഒരു പൈസ കിട്ടുന്നെങ്കിൽ ഞാൻ അറിയിക്കും. ഇത് നമുക്ക് ജോലി ചെയ്യാതെ ഉള്ള പൈസ കിട്ടണമെങ്കിൽ നമ്മൾ അനധികൃതമായിട്ടല്ല കിട്ടുന്നത്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആളുകൾ, നല്ല മനസ്സുള്ള ആൾക്കാർ സഹായിക്കുന്നതാണ്. അത് ഇങ്ങനെയാണ് അവസ്ഥ. എന്റെ ജീവിതം ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ജോലി ചെയ്ത് പലരും പല കമന്റിലും കണ്ടിട്ടുണ്ട്, പ്രൈവറ്റ് KSRTC ബസ് കിട്ടിയാലേ നീ ജോലിക്ക് പോവുള്ളൂ എന്നൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാന് ബസ് കിട്ടിയാൽ എനിക്ക് പോകാൻ തയ്യാറാണ്. പക്ഷെ ഇതാണ് അവസ്ഥ, ജോലി ചെയ്ത് ജീവിക്കാൻ പോലും സമ്മതിക്കില്ല. അല്ലാതെ ജോലി ചെയ്യാൻ പോലും സമ്മതിക്കില്ല. എവിടെ പോയാലും പ്രശ്നം ഇവര് ഉണ്ടാക്കി വെക്കുകയാണ്. എവിടെ ജോലി ചെയ്യാനും ഇപ്പൊ ബസ് ഓടിക്കുമ്പോ പല സ്ഥലത്തും പിന്നെ തട്ടുമുട്ടും ഒക്കെ വരും. അപ്പൊ അങ്ങനെ വന്നാലും പിന്നെ അവര് അത് പൊക്കിയെടുത്തോണ്ട് വരും. ഇവ ഇങ്ങനെയാണെന്നുള്ള വരുത്തി തീർക്കാൻ വേണ്ടിട്ട് പല രീതിയിലും ഇവര് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കേസ് കഴിയുന്നവരെ എന്തെങ്കിലും. പിന്നെ ജോലിയിലെ കേസിന് ഞാൻ തിരുവനന്തപുരം മേയർ, ഇപ്പോഴത്തെ മേയർ VV രാജേഷനെ കണ്ടു, പേപ്പർ കൊടുത്തു. ഇങ്ങനെയാണ് എന്റെ അവസ്ഥ, ഇതേപോലെ ഉപദ്രവമാണ് ഇവര്. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് തന്നെ ഇപ്പൊ രണ്ടാഴ്ച കൂടുതലായി. അതല്ലാതെ BJPയുടെ ഓഫീസിൽ മറ്റേ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ സാറിന് കൊടുത്തായിരുന്നു. അപ്പൊ ആരും, ഈ ഇടയ്ക്ക് ഞാൻ കരമന ജയൻ എന്ന് പറയുന്ന ചേട്ടനെ വിളിച്ചു. ആ ചേട്ടാ യദു എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രശ്നം പറയണതിന് മുമ്പേ അങ്ങ് ഫോൺ കട്ട് ചെയ്യണേന്ന്. എന്താ വെച്ചാൽ അതാണ്. അപ്പൊ ഞാനൊരു BJPക്കാരനല്ല, ഒരു പാർട്ടിയിലും ഇപ്പൊ ഇല്ല. അപ്പൊ അതുകൊണ്ടുള്ളതായിരിക്കും. ഒരു അല്ലെങ്കിൽ സാവകാശം ഇപ്പൊ മേയർ കയറിയല്ലേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും. പിന്നെ പാർട്ടിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ കയറായിരുന്നു. ഇപ്പോ ചിലരൊക്കെ പറയുന്നുണ്ട്, അതായത് BJPയുടെ ഒരു വലിയൊരു മാറ്റമാണല്ലോ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച്. അപ്പൊ അവിടെ ഒരു മാറ്റം എന്ന് പറയുമ്പോൾ ഏറ്റവും ആളുകൾ യദുവിന്റെ കാര്യത്തിൽ എന്ത് ആക്ഷൻ എടുത്തു എന്ന് അറിയാൻ വേണ്ടിയാണ് ക്യൂരിയസ് ആയിട്ട് ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പോ ഇപ്പോ മേയറുടെ ഒരു പരിഗണനയിൽ ഒരു ജോലി കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഞാൻ പേപ്പർ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. വേക്കൻസി വരണമെങ്കിൽ വിളിക്കാന്ന് പറഞ്ഞു. അല്ലാതെ അങ്ങനെയൊന്നുമില്ല. അതിനു മുമ്പ് ഞാൻ അറിഞ്ഞെന്ന് വെച്ചാൽ, പേഴ്സണലി ഞാൻ അറിഞ്ഞ കാര്യം എന്ന് വെച്ചാൽ 2-3 ആൾക്കാർ, ഒരു 40-ഓളത്തിനകത്ത് ആൾക്കാർ ജോലിക്ക് കയറി എന്നാണ് അറിഞ്ഞത്. ഡെയിലി വേസായിട്ട് കയറിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് ഈ പറയുന്ന എംപ്ലോയ്മെന്റിലൊക്കെ വിളിച്ച് തിരക്കിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു വേക്കൻസി ഇവര് കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ടെന്നോ കോർപ്പറേഷനിൽ ഇത്ര വേക്കൻസി ഉണ്ടോന്നോ പറഞ്ഞ് കൊടുത്തിട്ടില്ല.
അപ്പൊ അതിന്റെ ഒരറിവും അവിടെ ഇല്ലെന്ന് പറഞ്ഞു അവിടെ തിരക്കിയപ്പോ. പിന്നെ KSRTC ഷിഫ്റ്റില് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. ഉം. അപ്പൊ അതിന് ഒരു അപ്ലൈ കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് അവര് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ പോയി നോക്കിയതാണ്. ഉം. നേരിട്ട് പോയപ്പോ ഇതാണ് അവസ്ഥകള്. നമ്മളിപ്പോ ഒരു പാർട്ടി അനുഭാവം ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം. ഇപ്പൊ ഒരു പാർട്ടി നമ്മൾ കാരണം അവർക്ക് ഉപയോഗം ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസിനാവട്ടെ BJPക്കാവട്ടെ ആർക്കും ഉണ്ടായാലും അവരെല്ലാരും ഒറ്റക്കെട്ടാണ്. എല്ലാ പാർട്ടിക്കാരും തമ്മിൽ നല്ലൊരു അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളുമാണ് എനിക്ക് മനസ്സിലായത്. മുമ്പോട്ട് പോകുന്നതും അങ്ങനെയാണ് മനസ്സിലായത്. ഇതിന്റെ ഇടയിൽ സാധാരണപ്പെട്ടവൻ ഒരു പിടിപാടും ഒരു പൈസ ഇല്ലാത്തവന് അല്ലെങ്കിൽ പണമെങ്കിലും വേണം. അതാണ്, അതായത് ഇപ്പോ നിലവിൽ പറയുന്നുണ്ട് 2-3 ദിവസം മാത്രമാണ് ഒരു മാസത്തിൽ ജോലി ചെയ്യുന്നത്. അങ്ങനെ ആവുമ്പോ സ്വാഭാവികമായിട്ടും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് പണം വേണമല്ലോ. അപ്പൊ അതെങ്ങനെയാണ്, അങ്ങനെ ഒരു തോന്നലുണ്ടോ? ഇപ്പൊ പൈസ ഇല്ലെങ്കിൽ ഈ കേസ് എങ്ങനെയെങ്കിലും യദു ഇതിനു വേണ്ടി ഇറങ്ങി തിരിക്കുന്നത് ഇല്ലാതാകാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കേസ് ഞാൻ ജോലി ഉണ്ടായി കഴിഞ്ഞ കേസ് മുമ്പോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് അവര് മാക്സിമം അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷെ എങ്ങനെയായാലും കേസ് മുമ്പോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. വക്കീലിന്റെ കൂടത്തിയുണ്ട്. വക്കീലിന് ഇപ്പം കയ്യിൽ നിന്ന് പൈസ കൊടുത്താലും വക്കീൽ അത് കേസ് നടത്തും. ഞാൻ ആ കേസിൽ കോംപ്രമൈസിന് ശ്രമിക്കാതെ ഇരുന്നാൽ മതി എന്നാണ് വക്കീൽ പറയുന്നത്. എന്നുവെച്ചാ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതിനെക്കാട്ടി 101% വക്കീലിനുണ്ട്. അപ്പം ഞാനെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സാഹചര്യമൊക്കെ വരുമ്പോ എനിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ വക്കീലിനായാലും ജോലിയുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് സാമ്പത്തികമുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മളെപ്പോലെയുള്ള സാധാരണപ്പെട്ടവൻ ഒരു നേരം ചിന്തിക്കും, ഈ തലവേദന വേണ്ടായിരുന്നു എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഇതിന് പോകണ്ടായിരുന്നു, അല്ലെങ്കിൽ ചിന്തിക്കും പല ആൾക്കാരും. പക്ഷെ അങ്ങനെ സാധാരണപ്പെട്ടവൻ ഇതേപോലെയുള്ള ആൾക്കാർ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പ്രതികരിക്കുക. നമുക്ക് പൈസ ഉണ്ടോ ഇല്ലേ എന്നല്ല, നമ്മുടെ അനീതിക്കെതിരെ പ്രതികരിക്കുക, നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ പ്രതികരിക്കുക. അപ്പൊ ന്യായമുള്ള കേസാണ് എന്നിട്ട്. അതുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനി ഒരാൾക്കും ഇതേപോലെ ഉണ്ടാവരുത്. നാളെ ഞാൻ ഇത് ഫൈറ്റ് ചെയ്യാതെ എനിക്ക് എന്റെ പൈസയും വാങ്ങിച്ച് കോംപ്രമൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പാവപ്പെട്ട ഇതേപോലെ ഒത്തിരി ആൾക്കാർക്ക് ഇതേ ഗതി വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുമ്പോട്ട് ഞാൻ ഇത് കൊണ്ടുപോകും. ഇതിലിപ്പം ഒരു വരിയിൽ പറയുന്നുണ്ട്, അതായത് മേയർ ആയിരുന്ന ആര്യ രാജേന്ദ്രൻ മനഃപൂർവ്വം യദുവിന്റെ ജോലി തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഇങ്ങനൊരു സംഭവത്തിൽ ഏർപ്പെട്ടത് എന്ന് അങ്ങനെ തോന്നുന്നുണ്ടോ? അതായത് മേയർ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ജോലി തടസ്സപ്പെടുത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിയത്, അല്ലെങ്കിൽ സംസാരിച്ച് കയറിയത് എന്നൊക്കെ തോന്നുന്നുണ്ടോ? അത് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ കോടതിയിൽ പോയി നീതി നേടും, നമുക്ക് കാണാം, പോലീസ് സ്റ്റേഷനിൽ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് നമുക്ക് കാണാം എന്നല്ലേ പറഞ്ഞു, നിനക്ക് കാണിച്ചു തരാന്നല്ലേ പറഞ്ഞു. ആദ്യമേ പറയുന്നുണ്ട് ഒരു ടെലിഫോൺ സംഭാഷണം നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം, യൂട്യൂബിലൊക്കെ ഉണ്ട് ആ ടെലിഫോൺ സംഭാഷണം, ഞാൻ സംസാരിക്കുന്നത് അവർ സംസാരിക്കുന്നതൊക്കെ. അപ്പൊ അതിൽ പറയുന്നുണ്ട് നിങ്ങൾ അഡ്രസ് ചെയ്യുമെന്നല്ലേ പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് കോടതിയിൽ പോയി നമുക്ക് നീതി കിട്ടും എന്നുള്ള, പാവപ്പെട്ടവന് കോടതിയേ ഉള്ളൂ, അല്ലാതെ പോലീസ് ചേരുന്ന കറക്റ്റ് പ്രോപ്പർ അല്ല. പ്രോപ്പർ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവന് അങ്ങനെയൊന്നുമില്ല. ഒരു പാർട്ടിക്കാരെ ഇടപെട്ട് കഴിഞ്ഞാൽ പാർട്ടിക്കാരെ കൂടെ നിൽക്കൂ. പാവപ്പെട്ടവന് ന്യായമുള്ള ഭാഗത്തൊന്നും നിൽക്കൂ എന്നുള്ളത് ഈ കേസിൽ നിന്ന് എനിക്ക് വെളിവായ കേസാണ്. എന്നുവെച്ചാൽ അത് ഒന്നീ രാഷ്ട്രീയ പിൻബലം വേണം, അല്ലെങ്കിൽ സാമ്പത്തികം വേണം. ഇത് രണ്ടും ഇല്ലാത്തവർക്ക് കോടതി തന്നെയാണ്, കോടതി വഴി നീതി കിട്ടുള്ളൂ എന്നാണ്. അപ്പൊ ഈ കേസിന്റെ മുമ്പോട്ടുള്ള രീതിയിൽ മനസ്സിലാവും എന്താണ് കോടതിയും അവരെ കൂടെ ആണോ അല്ലേ എന്നുള്ളത് ഈ കേസിന്റെ മുമ്പോട്ടുള്ള രീതിയിൽ മനസ്സിലാവും. ഇതിപ്പോ ഇങ്ങനെ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലും കുഞ്ഞു ചോദിക്കില്ല, അച്ഛൻ എന്താ ഇപ്പൊ ജോലിക്ക് പോവാത്തത് എന്ന്? അവൻ ചോദിക്കും, ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്, അവനറിയാം ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. പിന്നെ അവനെ സ്കൂളിൽ കൊണ്ടാക്കാനും കൊണ്ടുവരാനും ഇപ്പൊ ഞാൻ ഉള്ളതുകൊണ്ട് അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. സ്കൂളിൽ പോകാനായാലും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഇന്നലെയും കൂടെ മറ്റേ പഴയ ആര്യ രാജേന്ദ്രന്റെ ഒരു വീഡിയോ കണ്ടപ്പോ മാറ്റി എനിക്ക് അവരെ കാണണ്ട, മാറ്റെന്ന് പറഞ്ഞു. അവന് ഭയങ്കര ദേഷ്യമാണ്. എന്നുവെച്ചാ അവനറിയാം അവര് കാരണമാണ് അച്ഛന്റെ ജോലി പോയി. അവന് ഇപ്പൊ തന്നെ എന്റെ അടുത്ത് പറഞ്ഞു 2-3 ഷർട്ടും പാന്റും ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എല്ലാം അവൻ വലുതായി വരുന്നുണ്ട്, പഴയ ഉടുപ്പുകളൊക്കെ ചെറുതായി തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പൈസ കിട്ടിയിട്ട് വാങ്ങിത്തരാം, ഇപ്പൊ കേസ് കഴിയിട്ട് എന്തെങ്കിലും ആവട്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ചെയ്യും.
അപ്പൊ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? എന്തായാലും 21-ാം തീയതിയാണല്ലേ കേസ് വരുന്നത്. അപ്പോ 21-ാം തീയതി യദുവിന് നീതി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഓരോ നിയമപരമായിട്ട് ഓരോ ഓഫീസുകളിലും കയറി ചെല്ലുമ്പോൾ അവിടെ നിന്നൊരു നിരാശയുണ്ട്. എന്തായാലും 21-ാം തീയതി എന്തായിരിക്കും ഈ ഒരു കേസിന്റെ വിധി, അത് തന്നെയാണ് കേരളത്തിൽ ഒന്നടക്കം ജനങ്ങളും നോക്കിക്കാണുന്നത്. ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം ഇപ്പോ മേയർ ആര്യ രാജേന്ദ്രനായിരുന്ന അവര് അധികാരത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷവും സോഷ്യൽ മീഡിയയിൽ നിറയെ യദു മേയർ തർക്കം തന്നെയാണ്. യദുവിന്റെ ഫോൺ ഇപ്പോ യദു നമുക്ക് കാണിച്ചു തരുമ്പോൾ അതിലും കാണാൻ പറ്റുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മേയർ പലയിടങ്ങളിൽ നിന്നും പ്രതികരിക്കുന്നതും ഇതിന്റെ കുറെ അന്നത്തെ CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ്. ഇതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇതിനോട് പ്രതികരിക്കുന്നെന്ന് വെച്ചാൽ ഇപ്പൊ ഒരിടത്തും ഒരു നിലമ്പൂര് ഇലക്ഷനിൽ നിന്ന് ഒരു സ്വരാജ് സ്വരാജ് എന്ന് പറഞ്ഞ ഒരാള് പറഞ്ഞതാണ് കേട്ടിട്ടാണ് ഞാൻ അതിശയം തോന്നിയത്. എന്നെ പോലും അറിഞ്ഞൂടാ, എന്റെ കാര്യങ്ങൾ അറിഞ്ഞൂടാ, യാതൊരു കാര്യങ്ങളും അറിഞ്ഞൂടാതെ ആളിരുന്ന് വാചോടിക്കുന്നതായിട്ട് കഴിഞ്ഞാൽ നമ്മള് മനുഷ്യനല്ലേ. ഇപ്പൊ ഞാൻ നാളെ ഒരു കാലത്ത് ചാനലിൽ വന്ന് ഇദ്ദേഹം പെണ്ണുടിയനാണ്, മോശക്കാരനാണെന്ന് പറഞ്ഞ് എന്നെ ഇദ്ദേഹം സമ്മതിക്കുമോ? ഇദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ സമ്മതിക്കുമോ? അപ്പൊ അത് ഭയങ്കരമായിട്ട് മോശപ്പെട്ട രീതിയിലാണ് എന്നെ അഭിസംബോധന ചെയ്തതും. പൊതുവേ KSRTC ഡ്രൈവർ അല്ലെ, ഡ്രൈവർമാർ മൊത്തത്തിൽ മോശക്കാരെന്നുള്ള രീതിയിലാണ് ഇവരൊക്കെ. തൊഴിലാളി വർഗ പാർട്ടിയാണ് ഈ പറയുന്നത്. അപ്പൊ അതിൽ ഒരാൾ പറഞ്ഞതാണ്. അപ്പൊ ആള് ഒരു സമ്മേളനത്തിന് ഇലക്ഷൻ പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് ആ നിലമ്പൂർ ഇലക്ഷൻ ആ സമയത്ത് ഒരു വീഡിയോ ഒരു ഡ്രൈവർ എനിക്ക് സെൻഡ് ചെയ്ത് തന്നെയാണ്. അതായത് വഴിക്കടവ് നിലമ്പൂരുള്ള ഒരാൾ എനിക്ക് സെൻഡ് ചെയ്ത് തന്നെയാണ്. അപ്പൊ ആള് പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ഞാൻ അത് സേവ് ചെയ്തിട്ടു. കേട്ടപ്പോ എനിക്കൊരു പ്രത്യേകത തോന്നി. ഇതാണ് വീഡിയോ. ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെന്ന നിലയിൽ നമുക്ക് എങ്ങനെ ഇത് കണ്ടില്ലെന്ന് നടിക്കാനാവും? KSRTC ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അവന്റെ KSRTC ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അവന്റെ പേര് മൈക്കിൽ കൂടെ പോലും പറയാൻ പറ്റാത്ത ഒരു അത്രയ്ക്ക് നികൃഷ്ടമായിട്ടുള്ള ഒരു സാധനം എന്നാണ് ഈ മാന്യമായിട്ടുള്ള വ്യക്തി പറയുന്നത്. ഈ മൈക്കിലൂടെ പറയാനേ പറ്റില്ല നമ്മുടെ പോലൊരു യോഗത്തിൽ. അത്ര നികൃഷ്ടനായ ഒരാൾ. അവരെ സംബന്ധിച്ചുള്ള കേസുകൾ, അവനെ സംബന്ധിച്ചുള്ള ഒരുപാട് കേസുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഒത്തിരി കേസുകളുണ്ട്. അതായത് യദു എന്ന് പറഞ്ഞ വ്യക്തി എന്നാണ് പറയുന്നത്. ഇതിന് മുമ്പോട്ട് കേൾക്കുമ്പോൾ അറിയാം. അപ്പൊ എനിക്ക് ഒത്തിരി കേസുണ്ട്. ഞാൻ അത്രയ്ക്ക് ഒരു മോശപ്പെട്ട വ്യക്തിയാണെന്നാണ്. വ്യക്തിഹത്യയല്ലേ ചെയ്യണേ ഇതൊക്കെ? വ്യക്തിഹത്യയും അവർക്ക് ചെയ്യാം, നമ്മളവരെ ചെയ്യുമ്പോഴേ കുഴപ്പമുള്ളൂ. അവർക്ക് എല്ലാരെയും ചെയ്യാം. അങ്ങനെയെല്ലാമുള്ള ഒരു അഖില ലോക അലമലാതി റോഡിൽ പുറകിൽ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ നല്ല സംസ്കാരമുള്ള സംസാരവും രീതികളുമാണ്. നല്ല വ്യക്തിത്വത്തിന് ഉടമയായിട്ടുള്ള ആളാണ്. ഇങ്ങനെ പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകന്മാരെ ജയിപ്പിച്ചു വിടുന്നല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ജനങ്ങളുടെ കൂടെ, പാവപ്പെട്ടവന്റെ കൂടെ, തൊഴിലാളി വർഗ പാർട്ടിയുടെ കൂടെ, തൊഴിലാളി വർഗ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്നത്. ഒരു ഡ്രൈവർമാരെ മൊത്തത്തിൽ അധിക്ഷേപിക്കും പോലെയാണ് എനിക്ക് തോന്നിയത്.